അപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കാനേക്കാളും മുമ്പ് ഒരു കാര്യം, ഈ ഒരു ഡിസൈൻ ഒന്ന് കണ്ടു നോക്കിയിട്ട് നമുക്ക് ബാക്കി പറയാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫോണും രണ്ട് ബ്രാൻഡിൻ്റെയാണ്. ആ രണ്ട് ബ്രാൻഡും വേറെ ആരുമല്ല, നമ്മുടെ ടൈറ്റിൽ എഴുതിയതുപോലെ തന്നെ ഓപ്പോയുടെയും വൺ പ്ലസിൻ്റെയും ഡിവൈസസ് ആണ്. അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിവൈസസ് ആണ്. ഓപ്പോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഓപ്പോയുടെ ആ ഒരു ഫൈൻഡ് X8 സീരീസിലെ ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള ഓപ്പോ ഫൈൻഡ് X Pro. പിന്നെ കൊടുത്തിട്ടുള്ളത് വൺ പ്ലസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ആയിട്ടുള്ളൊരു മോഡലാണ് വൺ പ്ലസ് 30. ആ ഒരു മോഡൽ ഇപ്പം ചൈനയിൽ ഇറങ്ങി കളിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം ഇതുവരെ വന്നിട്ടില്ല, ഗ്ലോബൽ ലോഞ്ച് ആയിട്ടില്ല. അപ്പോൾ ഏകദേശം ഒരു ധാരണയിലെത്തി ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു ലെഫ്റ്റിൽ കണ്ട ഡിവൈസ് വൺ പ്ലസ് 13 അല്ല. ഓക്കെ, അത് ഓപ്പോയുടെ ഫൈൻഡ് X8 Pro എന്ന ഡിവൈസാണ്. പിന്നെ ആ റൈറ്റിൽ കണ്ട ഡിവൈസ് എന്തായാലും വൺ പ്ലസ് 13 ആണ്. അപ്പോൾ ഇനിയാണ് മെയിനായിട്ട് നമ്മളെല്ലാവരും ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യം, ആരാണ് ഈ വൺ പ്ലസ് 13 ഡിസൈൻ ചെയ്തിട്ടുള്ളത്? എന്തായാലും വൺ പ്ലസ് ആകാൻ ഒരു ചാൻസും ഇല്ല. വൺ പ്ലസിൻ്റെ ഡിസൈൻ അങ്ങനെ അല്ല. ഓക്കെ, അവരുടെ 12, 11, 10 ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് വൺ പ്ലസിൻ്റെ ഒരു പ്രോപ്പർ സ്മാർട്ട് ഫോണാണ്. ഈ ഒരു വൺ പ്ലസ് 13 ഡിസൈൻ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് എന്തായാലും ഉറപ്പാണ് അത് ഓപ്പോയുടെ ഡിസൈനിൻ്റെ ടീംസാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ഒരു ഓപ്പോയുടെ ഫൈൻഡ് X8 സീരീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രീമിയം എന്ന് പറഞ്ഞ ടോപ്പ് നോച്ച് ഡിസൈൻസ് ആണ് അവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതെന്തായാലും ആ ഒരു വൺ പ്ലസിൻ്റെ ഡിസൈനേഴ്സ് ആവാനാണ് ചാൻസ്. ആ ഒരു ക്യാമറ കട്ടൗട്ടും പിന്നെ ആ ഒരു മെറ്റീരിയലും പിന്നെ ആ ഓവറോൾ ഡിസൈനും ആ ഒരു ഫ്ലാഷിൻ്റെ ഒക്കെ പ്ലേസ്മെൻ്റൊക്കെ കിഡിലാണ്. ഇനി നമ്മളുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം മിക്കവാറും ഇതാകാനായിരിക്കും ചാൻസ്. വൺ പ്ലസ് എന്ന ബ്രാൻഡ് ഇല്ലാതാകുമോ ഇല്ലയോ എന്നാണ്. എനിക്കെന്തായാലും കാര്യം ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 2, 3, 4 വർഷത്തിനുള്ളിൽ വൺ പ്ലസ് എന്ന ബ്രാൻഡ് നമ്മൾ ഹിസ്റ്ററി ലെജൻഡ് എന്ന രീതിയിൽ ഓർത്തിരിക്കാനല്ലാതെ എനിക്ക് തോന്നുന്നില്ല പുതിയ ഇതിനോട് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഡിവൈസസ് ഒക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ടാവുന്നു. എന്നാലും ഇപ്പോൾ കുറേയധികം വൺ പ്ലസ് ഫാൻസും അതുപോലെ തന്നെ ഇപ്പോൾ ഓക്സിജൻ OS 15 ഒക്കെ കുറച്ചൊക്കെ പഴയ ആ ഒരു വൺ പ്ലസിൻ്റെ പരിപാടികളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടത് നിലനിന്ന് പോകുമെന്നും നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ ഇനി നമ്മൾ മെയിനായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇനി ഇറങ്ങാൻ പോകുന്ന ഓപ്പോ ഡിവൈസസും അതുപോലെ തന്നെ വൺ പ്ലസ് ഡിവൈസസിൽ ഓപ്പോ എടുക്കണോ അതോ വൺ പ്ലസ് എടുക്കണോ എന്നൊരു തീരുമാനത്തിലെത്തിയാൽ ഏകദേശം ഓക്കെ. ഇപ്പോൾ ഓപ്പോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഇപ്പം ഓപ്പോയുടെ പല ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഓപ്പോയുടെ AI ബേസ്ഡ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ്, പിന്നെ ഓപ്പോയുടെ ആ ഒരു ColorOS 15 എന്ന് പറയുന്നത് ഓക്സിജൻ OS 15 തന്നെയാണ്. നമ്മൾ ഓൾറെഡി അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു OS അത്യാവശ്യം റിഫൈൻഡ് ആണ്, സ്പീഡാണ്, ഫ്ലൂയിഡാണ്, കുറേയധികം പരിപാടി അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഭൂരിഭാഗം ആൾക്കാർ ഇഷ്ടപ്പെടാവുന്ന രീതിയിലാണ് ഓപ്പോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അവിടെയും പ്രശ്നങ്ങളുണ്ട്, മെയിനായിട്ട് ആ ഒരു യൂസർ എക്സ്പീരിയൻസ്. UI ഒക്കെ അടിപൊളിയാണെങ്കിലും അവരുടെ ആഡ് കൊടുക്കുന്ന പരിപാടി പഴയ ശീലങ്ങളൊക്കെ അതേപോലെ തന്നെ പുതിയ ഡിവൈസസിലും അവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഓക്സിജൻ OS 15 ColorOS ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു സെയിം OSൽ വൺ പ്ലസിൻ്റെ ഡിവൈസസിൽ നമുക്കിപ്പം ആഡ് കാണാൻ പറ്റും. ഓപ്പോയുടെ ആ ഒരു ഓപ്പോ ആപ്പ് മാർക്കറ്റും അങ്ങനെ ഹോട്ട് ആപ്സ് അത് ഇതൊക്കെ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ ഒരു വൺ പ്ലസ് യൂസറൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഹോട്ട് ആപ്സും ഓപ്പോ സ്റ്റോറൊക്കെ ഈ പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഓൾറെഡി ഹോട്ട് ആപ്സ് എന്ന് പറഞ്ഞ ആ ഒരു സെറ്റപ്പ് നമ്മുടെ ഓക്സിജൻ OS 14 അപ്ഡേറ്റിൽ നിങ്ങൾക്ക് കിട്ടിയെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ഒരു വൺ പ്ലസിൻ്റെ ഓക്സിജൻ OS 14 ഹോട്ട് ആപ്സ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഓക്കെ, അത്ര എനിക്ക് പറയാനുള്ളൂ. എനിക്കിപ്പോൾ നമുക്ക് ആ ഒരു പുതിയ ഡിവൈസസിൻ്റെ കാര്യങ്ങൾ ബാക്കി സംസാരിക്കാം. ഈ രണ്ട് ബ്രാൻഡ്സിൻ്റെ മെയിൻ ഉദ്ദേശങ്ങൾ എന്താണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത്രയും നാളും ഓപ്പോ എന്ന ഡിവൈസ് മെയിനായിട്ടും ഒരു ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെയാണ് തന്നിട്ടുള്ളത്. അതായത് അവരുടെ മാരി സിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവരുടെ മെയിൻ പരിപാടി. ഇപ്പോൾ അത് തന്നെയാണ്. ഇപ്പോൾ ഈ 2-3 വർഷങ്ങളായിട്ട് അസൽ ബ്ലേഡ് ആയിട്ട് കൊളാബറേഷൻ വെച്ചിട്ട് ആ ഒരു രീതിയിലും ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്. അതേപോലെ തന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓപ്പോ അങ്ങനെ പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ, അതായത് ഗെയിമിങ് അങ്ങനത്തെ രീതിയിലൊന്നും ഫോക്കസ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഒരു ഫൈൻഡ് X8 സീരീസ് നല്ല വിഷയം പ്രോസസ്സറൊക്കെ ആയിട്ട് വരുന്ന ഒരു ഡിവൈസാണ്. MediaTekൻ്റെ Dimensity 9400 ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു നെറ്റി ചുളുക്കളും MediaTek ആണോ എന്നൊക്കെ നമുക്കൊരു ചിന്ത വരും. പക്ഷേ അങ്ങനെയല്ല. ഈ ഒരു MediaTekൻ്റെ ഈ ഒരു 9400 എന്ന് പറഞ്ഞ വിഷയം, അതായത് പെർഫോമൻസിനും അതുപോലെ തന്നെ ഗ്രാഫിക്സ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള പരിപാടികൾക്ക് ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന രീതിയിലാണ് ഇപ്പം സ്മാർട്ട് ഫോൺ ചിപ്പിൻ്റെ കാര്യത്തിൽ ആ ഒരു കമ്പാരിസൺ വരുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ വൺ പ്ലസിൻ്റെ ആ ഒരു ഡിവൈസ്, ആ ഒരു വൺ പ്ലസ് 30ൽ ഈ ഒരു സ്നാപ്ഡ്രാഗണിൻ്റെ 8 Elite ആണ്. ഇനിയിപ്പോൾ വൺ പ്ലസ് എന്ന ബ്രാൻഡിൻ്റെ ഉദ്ദേശം മെയിനായിട്ടും ഇതുവരെ ഇത്ര നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഫ്ലാഷിപ്പ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഫ്ലാഷിപ്പ് പെർഫോമൻസും ആയിരുന്നു. എന്തായാലും വൺ പ്ലസ് 8 മുതൽ 9 വരെ ആ ഒരു പരിപാടികൾക്ക് അവർ നല്ല രീതിയിൽ നീതി പുലർത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ 10 ഇറങ്ങിയപ്പോൾ പിന്നെ ആ ഒരു ബെൻഡിങ് ഇഷ്യൂ വന്നു. 11 വന്നപ്പോൾ ആ ഒരു പെർഫോമൻസ് മറ്റേ ആ ഒരു ഓപ്പോ വൺ പ്ലസ് ആയിട്ടുള്ള ആ ഒരു ബെർജിങ്ങും പരിപാടിയും വന്നു. പിന്നെ വൺ പ്ലസ് 12 ഇറങ്ങിയപ്പോൾ എന്താ പറയുക, വീണ്ടും എന്തൊക്കെയോ വിഷയങ്ങൾ വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇപ്പോൾ OnePlus 12 യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം. പിന്നെ OnePlus 12 ഇപ്പോൾ നല്ല രീതിയിൽ ഓഫേഴ്സും വരുന്നുണ്ട്. ഏകദേശം ഇപ്പം 60,000 രൂപയ്ക്ക് താഴേക്ക് നമുക്ക് ആ ഒരു ഡിവൈസ് ക്രെഡിറ്റ് കാർഡൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നൊക്കെ ആമസോണിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പം ആ ഒരു കാര്യം നോക്കുമ്പോൾ OnePlus മെയിനായിട്ടും ഫ്ലാഗ്ഷിപ്പും ക്യാമറ അതുപോലെ തന്നെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡിവൈസസ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഈ ഒരു OnePlus 13 ഇറങ്ങിയപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യം പറയുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 888 എന്ന് പറഞ്ഞ ചിപ്പ് തന്നെയാണ് അതിനും ഉള്ളത്. പക്ഷേ ആ ഒരു 888 ചിപ്പിനെ കൂൾ ഡൗൺ ചെയ്യാനോ അതിനുള്ള ആ ഒരു തെർമൽ സെറ്റപ്പും കാര്യങ്ങളൊന്നും ആ ഒരു ഡിവൈസിൽ നിന്നാണ് നമുക്ക് ആ ഒരു റിവ്യൂസിൽ കാണാൻ പറ്റിയത്. ഓൾറെഡി OnePlus 13 ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കുറേ പേർക്ക് അത് റിവ്യൂ ചെയ്യാൻ കിട്ടി, കുറേ പേര് അത് റിവ്യൂ ചെയ്തിട്ടുണ്ട്, കുറേ പേര് നല്ല രീതിയിൽ കമൻറ്റും പറഞ്ഞിട്ടുണ്ട്, കുറേ പേര് മോശമായിട്ടുള്ള കമൻറ്റ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മെയിനായിട്ടും ആ ഒരു ത്രോട്ടിലിംഗ് ഇഷ്യൂ, നല്ല രീതിയിലുള്ള ത്രോട്ടിലിംഗ് ഇഷ്യൂ ഈ ഒരു OnePlus 13 കാണുന്നുണ്ട്. മെയിനായിട്ടും അതിൻ്റെ ഡിസൈൻ തന്നെയാണ് ഒന്നാമത്തെ വിഷയം. കാരണം അവരുടെ സൈറ്റിൽ അവർ സ്ലിം ഡിവൈസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊരു ഒരു ടിപ്പിക്കൽ ഓപ്പോ ഡിവൈസ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഓപ്പോക്കാരാണ് അത് ഡിസൈൻ ചെയ്തതെങ്കിൽ എന്തായാലും വിഷയം വരും. കാരണം അങ്ങനെ വരും. ഇനിയിപ്പോൾ OnePlus 13ൻ്റെയും Oppo Find X8 Proയുടെയും ആ ഒരു സ്പെസിഫിക്കേഷൻ കമ്പാരിസനൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സ്പെസിഫിക്കേഷൻ വിളമ്പാൻ നിൽക്കുന്നില്ല. കാരണം അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. ഈ പ്രാവശ്യം ആ ഒരു കുറച്ച് അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് ഓപ്പോയുടെ ഡിവൈസസിലാണ്. കാരണം അവരുടെ ക്യാമറ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. OnePlusന് നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്, ഓപ്പോയിലും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. പക്ഷേ ഈ ഒരു ഓപ്പോയിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണെങ്കിൽ നമുക്കവിടെ 6x ഒരു പെരിസ്കോപ്പ് ലെൻസ് വന്നിട്ടുണ്ട്. ആ ഒരു ലെൻസ് നമുക്ക് ആ ഒരു OnePlusൽ കാണുന്നില്ല, അത് വെച്ചിട്ടില്ല. ഓക്കെ, അതിന് പകരം 3x ആ ഒരു ഒപ്റ്റിക്കൽ സെൻസർ ടെലിഫോട്ടോയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു 3x ടെലിഫോട്ടോ ഓപ്പോ Find X8 Proയിലും കാണാൻ പറ്റും. സ്പെക്ക് വൈസ് അത്യാവശ്യം നല്ല രീതിയിൽ ഡൗൺ ഗ്രേഡ് ആ ഒരു OnePlus 13 വരുത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ രണ്ട് ബ്രാൻഡ്സും ചിലപ്പം അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കാം മിക്കവാറും ഈ പരിപാടി ഒപ്പിച്ചിട്ടുള്ളത്. കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായാലും ഈ OnePlus ഫാൻസിനെ ഒരു OnePlus 8 കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ മെയിൻ റീസൺ ഈ Exynos 13 ഓൾറെഡി നല്ല രീതിയിൽ ഹേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു ചൈനയിലും, അതുപോലെ തന്നെ ഇത് റിവ്യൂ ചെയ്ത ആൾക്കാരുടെ ഇടയിൽ. പിന്നെ ഓപ്പോയിൽ നല്ല രീതിയിൽ ഹൈപ്പും കൊടുക്കുന്നുണ്ട്. കാരണം അവർ റീഡിസൈൻ വരുത്തിയത് അവരുടെ കളർ വോയിസിൽ അപ്ഡേറ്റ്സ് വന്നപ്പോൾ മിക്കവരും ഓപ്പോയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മിക്കവാറും ഒരു 2, 3, 4 വർഷത്തിനുള്ളിൽ ഈ ഒരു OnePlus എന്ന ബ്രാൻഡ് അവർ ഒഴിവാക്കിയിട്ട് അവസാനിപ്പിച്ചിട്ട് ഓപ്പോയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഓപ്പോയിൽ ഒരു ഓൾ റൗണ്ടർ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് എന്ന രീതിയിൽ ലോഞ്ച് ചെയ്യാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ പോയാൽ ഉറപ്പായിരിക്കും OnePlus 14 നിങ്ങൾ വലിയ എക്സ്പെക്റ്റേഷൻ കൊടുക്കേണ്ട, ഇതിന് വലമ്പായിട്ടായിരിക്കും അത് ഇറങ്ങാൻ പോവുക. ഓക്കെ, പിന്നെ ഈ രണ്ട് ഡിവൈസസും ഏറ്റവും ബെസ്റ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പോയുടെ ഒരു Find X8 Pro ആണ് എനിക്ക് ഏറ്റവും കൂടി ബെസ്റ്റ് ആയിട്ട് തോന്നിയത്, ഡിസൈനിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ സ്പെസിഫിക്കേഷൻ്റെ കാര്യത്തിലും. ഇപ്പം ഈ Oppo X80 Proയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 1,00,000 രൂപയ്ക്ക് നമുക്കത് മേടിക്കാൻ പറ്റും. ഓക്കെ, ആ ഒരു സെയിം പ്രൈസിങ്ങിൽ തന്നെയായിരിക്കും OnePlusൻ്റെ ഒരു 13 വരിക. അപ്പോൾ എൻ്റെ ഈ ഒരു സെയിം രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ഇതെന്ത് തേങ്ങയാ പറയുന്നത്, അല്ലെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല എന്നൊക്കെ പറയാം, എന്തെങ്കിലും ന്യായീകരിക്കാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക, എന്താണെന്ന് പറയാം. ഓക്കെ, നമുക്കത് ബാക്കി ഡിസ്കസ് ചെയ്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ ഇനി OnePlus 13 ലോഞ്ച് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ Exynosൻ്റെ ബീറ്റ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ OnePlusൻ്റെ ആ ഒരു 12 ആ ഒരു സ്റ്റേബിൾ വേർഷനും റിലീസായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ്, അതായത് Exynosഉം അതുപോലെ കളർ വോയിസും Realme UI ഒക്കെ എങ്ങനെയായിരിക്കുന്നു ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് വേണമെങ്കിൽ Exynosൻ്റെ ഒരു വീഡിയോ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടാൽ മതി. ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഈ 3 വോയിസിലും വരാൻ പോകുന്ന ഫീച്ചേഴ്സിനെ പറ്റിയും AI ഫീച്ചേഴ്സിനെ പറ്റിയും ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ അത് കണ്ടു നോക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയാം, കമൻറ്റിലിടാം, ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ.